ഗൈസ് ആൻഡ് പിന്നെ ബാക്ക് ചന്ദനമഴ എപ്പിസോഡ് 16. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ നമ്മൾ 4 പേർക്ക് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കമന്റ് പിക്കർ എടുത്തു, ലിങ്ക് പേസ്റ്റ് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, കമന്റ്സ് ലോഡ് ആവട്ടെ. 1626 കമന്റ്സ് ആണ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വിന്നറെ പിക്ക് ചെയ്യാം. പിക്ക് എ വിന്നർ അശ്വതി മഹൽ ലക്ഷ്മി, സോറി. സെക്കൻഡ് വിന്നർ ടോഡ്ലർ ടി വി. തേർഡ് വിന്നർ ഓക്കെ. ഫോർത്ത് വിന്നർ സ്നേഹ ഡിനു. ഓക്കെ, അപ്പൊ ഈ 4 പേര് എന്ത് ചെയ്യണം? താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളാണ് ഈ കമന്റ് ഇട്ടതെന്നും നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പറോ QR കോഡോ സെൻഡ് ചെയ്ത് തരിക. ക്യാഷ് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ കിട്ടാത്തവർ വിഷമിക്കേണ്ട. അടുത്ത വീഡിയോയിൽ നമ്മൾ 4 പേർക്ക് ഇതേപോലെ തന്നെ എന്തെങ്കിലും ബിരിയാണിയോ ഷവർമയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനുള്ള പൈസ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ കമന്റ് ഇട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ബിക്കോസ് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും ആണ് എനിക്ക് കിട്ടുന്ന ഊർജ്ജം. സോ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം 100K ആക്കിയിട്ട് ഒരു സിൽവർ ബട്ടൺ വാങ്ങിക്കാനായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യോ പ്ലീസ്. ഞാൻ അത്രയും കെഞ്ചി പറഞ്ഞല്ലോ, ഒന്ന് ചെയ്യണേ. ഓക്കെ, അപ്പൊ 2 ആഴ്ച മുമ്പ് ഞങ്ങൾ കുറച്ച് പേര് ബാംഗ്ലൂർ ഗൂഗിൾ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ വ്ലോഗ് കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ ക്ലിക്ക് ചെയ്യൂ, അല്ലെങ്കിൽ പിൻ കമന്റിൽ കൊടുക്കാം. ഓക്കെ, സംസാരിച്ചത് സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ഞാൻ വഴിപാടിന്റെ രസീത് വാങ്ങിട്ട് വരാം. അപ്പൊ ടിവിയിൽ പാചക മത്സരം കണ്ട ശേഷം അർജുനും അമൃതയും കൂടി എങ്ങോട്ട് പോകും? അമ്പലത്തിൽ തൊഴാൻ പോകും. ഇതാരാ? ഇത് മായാവതി അല്ലേ? ഏട്ടാ ദേ വാസുദേവൻ മായാവതിനെ ഉപേക്ഷിച്ചത് കൊണ്ട് തന്നെ മായാവതിക്ക് പൊട്ടടിക്കാൻ പൈസ ഇല്ല. തലകറിഞ്ഞു വീഴുന്ന മായാവതിയെ കണ്ട അമൃതയും അർജുനും മായാവതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. നീ ഇതിൽ ഇടപെടണം വർഷ, എന്നിട്ട് അവരുടെ പിണക്കം മാറ്റണം. ഓ, ഇനി അതിന്റെ ഒരു കുറവും കൂടി ഉള്ളൂ. വാസുദേവനോട് ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയണം, ഞാനൊന്ന് സംസാരിക്കാം. അറിയിക്കാൻ മുത്തശ്ശി, പക്ഷെ പുള്ളി മായാവതിനെ ഡിവോഴ്സ് ചെയ്തു പറയണേ. വരൂ. നിൽക്കുന്നുണ്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും മായാവതിയുടെ കൂടെ പോണം. അങ്ങനെ നമ്മുടെ ഉമ്മർ പറഞ്ഞിട്ട് കിരണും അഞ്ചും കൂടി നമ്മുടെ മായാവതിയുടെ കൂടെ തിരിച്ചു വീട്ടിലേക്ക് പോകും. ഇന്ന് തന്നെ വേണമെന്നില്ല, നാളെ പോയാൽ മതി. അഞ്ജലി, യോ വലിയ ഉപകാരം. നീ വേണോ ഇനി കാര്യങ്ങളൊക്കെ നോക്കാൻ? അപ്പൊ മായാവതി ഇറങ്ങാൻ നിൽക്കുമ്പോ ആരോ ബെല്ലടിക്കും. ആരാണെന്ന് നോക്ക്. ആരാണ് അയാൾ? അകത്തേക്ക് വരാമോ? വരൂ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ചേട്ടനെന്റെ നമസ്കാരം. ഞാൻ ന്യൂ ഇന്ത്യ മാർക്കറ്റിംഗ് കമ്പനിയുടെ സൗത്ത് സോൺ മാർക്കറ്റിംഗ് മാനേജർ സോളമൻ. ദേവരാജൻ സാറിനെ പരിചയമുണ്ട്. എന്താ നിനക്ക് ഞങ്ങളുടെ അർജുൻ സാറിനെ പരിചയമില്ലാത്ത? അമൃത മേഡം ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. അമൃതാബിലേക്ക് ഇത്രയും പോപ്പുലറായി ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് കണ്ണുണ്ടോ? ചാടത്തേണ്ടി മേഡം ഉണ്ടാക്കിയ ജാമിന്റെ TV പരിപാടി ഞങ്ങൾ കണ്ടിരുന്നു. ഓ, താൻ അത് കണ്ടിട്ടു എന്നെ തിരിച്ചറിഞ്ഞില്ലേ? എന്തുകൊണ്ട് ഈ ജാം വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്തുകൂടാന്ന് ഞങ്ങൾ ആലോചിച്ചു. അത് വളരെ മികച്ചൊരു ആലോചനയാട്ടാ. അദ്ദേഹം ഈ ജാം ഇവിടെ വെച്ച് കഴിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്നാലും ആ വെള്ള ഷർട്ട് ഇട്ട മണ്ടൻ ജാം സൂപ്പറാന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടി കടക്കി എടുത്തോണ്ട് വന്നേക്കാ ജാം ബിസിനസ് തുടങ്ങാൻ. ഇതുണ്ടാക്കി തന്നാൽ ഇതിന്റെ ഓൾ ഇന്ത്യ മാർക്കറ്റിംഗ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എന്റെ ഒരു സംശയമാണ്, ഏതെങ്കിലും TV പരിപാടിയിൽ ആരെങ്കിലും ഉണ്ടാക്കി ഫുഡ് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രോഡക്റ്റ് നന്നായാൽ ദേശായി ഗ്രൂപ്പ് തന്നെ ഇത് ഉത്പാദിപ്പിക്കാനുള്ള സ്ഥാപനം തുടങ്ങാവുന്നതാണ്. അതിന് തന്റെ ഒരു ഭാഗം തന്നെയാണോ? ഞങ്ങൾക്ക് തന്നെ ഇവിടെ മെഷീൻ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ പോരെ. അതിന് തന്റെ ഔദാര്യം വേണോ? ക്ഷമിക്കണം സർ, അമൃതയ്ക്കിപ്പോ ഈ ഓഫർ സ്വീകരിക്കാൻ സാങ്കേതികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ പറയില്ല ഉമ്മറു, തുടങ്ങ്. ഞാൻ ഈ ജാം ഉണ്ടാക്കി തരാം. എന്നാ മായാവതി ഉണ്ടാക്ക്. ഈ ജാം ഉണ്ടാക്കാൻ ഞാൻ അവളെ പഠിപ്പിച്ചത്. അമൃത, അതപ്പേ എന്റെ കഴിവിന്റെ പകുതിയെ അമൃതയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. കഴിവ്. ഇതാ 10,000 രൂപയുണ്ട് അഡ്വാൻസ്. ഞാൻ മായാവതിയായിട്ട് ഡീൽ സെറ്റ് ആവുന്നു. ഇതിന് അമൃത ഉണ്ടാക്കിയ ജാമിനേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാ. എന്നാലും ഈ ഒരു ഉരുളി ജാം ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ അയാൾ 10,000 രൂപ അഡ്വാൻസ് കൊടുത്തേ? ലക്ഷക്കണക്കിന് രൂപയാ എന്റെ കയ്യിൽ വന്ന് മറിയാൻ പോകുന്നത്. 5 രൂപയിലേക്ക് എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം. നീ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്ക്, ചൂട്ടോട്ട് ഒഴിക്കാം. ഓക്കെ, ടേസ്റ്റ് നോക്കാം. ഇത് വായി വയ്ക്കാൻ കൊള്ളില്ലല്ലേ? ഇങ്ങനെ പറയുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്, പക്ഷെ അഞ്ചു പറഞ്ഞത് ഇങ്ങനെയാ. നന്നായിട്ടുണ്ട്. മായാവതി, സത്യം പരമാർത്ഥം. എന്നാലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെന്തോ ഒരു കയ്പാ. നമുക്കേ പാവയ്ക്ക ജാം എന്ന പേരിട്ടാലോ? ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേക്ക് നോണ പറയാന്ന് വിചാരിക്കും. അന്ന് അമൃത ഉണ്ടാക്കി വെച്ചിരുന്ന ജാം ബാക്കിയില്ലേ? അപ്പൊ മായാവതി പ്ലാൻ ഇടും. അമൃത ഉണ്ടാക്കി വെച്ചാണ് ജാമിന്റെ ബാക്കി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പൊക്കി സാമ്പിൾ കൊടുക്കാം. എന്താ എന്താ എന്താന്ന് പറ. നോട്ടം കണ്ടിട്ട് മനസ്സിലായില്ലേ? അയ്യോ, വയറിനെന്താ സുഖമില്ലേ? വയറുവേദനയുണ്ടോന്ന് പോട്ടെ. കുഞ്ഞുണ്ടായാൽ ഭർത്താവിനോട് ലേശം സ്നേഹം കുറയുമെന്ന്. അതിന് സ്നേഹം ഉണ്ടെങ്കിലല്ലേ കുറയുള്ളൂ. കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴും റൊമാൻസ് ആവാൻ. നമുക്ക് അങ്ങനെ ആവാം. എന്താ? റൊമാൻസിൽ അർജുനെ തോൽപ്പിക്കാൻ ആരുമില്ല മക്കളെ. ഇന്ന് നല്ല മൂഡിലാണല്ലോ. അതെ അതെ, ഞാൻ നല്ല മൂഡിലെപ്പോഴും. ഒരു ടീ ഒക്കെ കുടിച്ചിട്ട് കുറച്ചു നേരം ശൃംഗരിക്കാം. എന്താ? ഓക്കെ, ടീ എങ്കിൽ ടീ ഉണ്ടാക്ക്. ഞാനും വരാം. വേണ്ട, നിന്റെ ചാട്ടം കൊട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് തന്നെ. അങ്ങനെ വർഷം ജാമുക്കുന്നു നടന്നു വരുന്നു.
ഞാൻ ലൈറ്റിന്റെ സ്വിച്ചിലും കാലോടെ പിടിച്ച് എനിക്ക് ഏയ് നീ എങ്ങോട്ട് ഇങ്ങനെ ഓടുന്നത്? നിന്നെ പേടിച്ച് ഓടുന്നതാവും. എന്റെ പ്രിയപ്പെട്ടവന് ചായ വേണമെന്ന് പറഞ്ഞ ഓടിപ്പോയി ഞാൻ എടുത്തോണ്ട് വരണ്ടേ? പാതിരാത്രിയാണോ അർജുന ചായ കുടിക്കണേ? പാതിരാത്രി പാല് കുടിക്കി. ഒരാളിഞ്ഞ ഡയലോഗ്. അത് സത്യം. പിന്നെ ചായ മാത്രം കിട്ടിയ പോരാ, പിന്നെ എന്താ വേണ്ടേ? ഈ ഇടയായിട്ട് കിട്ടേണ്ടതൊക്കെ തരാതിരിക്കുക. അതെന്തായിരിക്കും? അതെന്താ? എനിക്ക് നാണോ കാണാൻ? ഇത് ഞാൻ കാണേണ്ടി വരുമോ? നീ മാത്രമല്ല വർഷ, ഞാൻ ഇതൊക്കെ കാണേണ്ട വരും. തരാലോ. തരൂ. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? മതിയോ? ആ പോരാ, പോരെ ഒരെണ്ണം കൂടി കൊടുക്ക അങ്ങോട്ട്. കെട്ടിപ്പിടിച്ച് തരണം. അയ്യേ. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ? എന്തിന് ഇത്ര പിശുക്ക്? വർഷ സമ്മതിക്കൂല. പക്ഷെ എന്താ ഇവിടെ? വർഷ, ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യല്ലേ? നിങ്ങൾ എന്താ ഇവിടെ? ചമ്മി 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 അർജുന ചമ്മിലൊക്കെ പോട്ടെന്ന് കള്ളൻ. എവിടെ അവൾ ഉണ്ടാക്കിയത് നോക്കട്ടെ. പിറ്റേ ദിവസം വർഷ പൊക്കി ജാമ് മായാവതിക്ക് കൊടുക്കും. ഇതെന്തു അടി? ചവനം പ്രാശോ? നല്ല ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതെന്താ ചവനപ്രാവശ്യ? ഇവിടെ വെയിറ്റ്, ഞാൻ എടുത്തോണ്ട് വരാം. നാളെ അഷ്ടമിരോഹിണിയാ, അറിയാലോ? അറിയാലോ. നാളെ അഷ്ടമി രോഹിണി. നാളെ അഷ്ടമി രോഹിണിയാ അല്ലേ എടുത്തി? അതെ സാറേ. കേട്ടിട്ട് വന്ന് തള്ളുവാ കള്ളൻ. കൃഷ്ണവിഗ്രഹത്തിൽ ചാർത്താനുള്ള ആടയാഭരണങ്ങൾ ശരിയായോ എന്ന് അമ്മ ചോദിച്ചു. ആടയാഭരണോ? നാളെ നിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ? ബർത്ത്ഡേയാ? അമൃതയുടെയോ? ഓ അന്ന് ജനിക്കുന്ന ഒരു ഭാഗ്യവന്മാരാ. അതെ അതെ, ഭയങ്കര ഭാഗ്യമായിരുന്നു അമൃതയ്ക്ക്. കുറച്ച് നാള് മുമ്പ് ഒലയ്ക്കാ കിട്ടിക്കൊണ്ടിരുന്നത്. അഷ്ടമി രോഹിണിക്ക് ജനിച്ച ആളെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചാ കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഉമ്മ ചോദിക്കുന്ന. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. എനിക്കിതൊന്നും കാണാനുള്ള ത്രാണിയില്ലേ? സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ താങ്ക്സ്. നമ്മുടെ തുളസി പട്ടുപോയി, അതുകൊണ്ട് കിട്ടിയില്ല. ആക്ടിങ് ആക്ടിങ് അവരവിടെ നിന്ന് മാറ്റാൻ വേണ്ടിട്ട് വർഷം പൊന്തി. പണ്ട് എന്നും രാവിലെ അമ്മയാണ് ചായയുമായി വന്ന് അഭിഷേകിനെ ഉണർത്തുന്നതെന്ന്. വർഷം ഒരു ഇല്ലാടി എന്നെ. ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. ശ്ശോ, ഒരു ജാമിന്റെ കുപ്പി എടുക്കാൻ ഒരു ബുദ്ധിമുട്ടേ. അമ്മേ, വീടിന്റെ പിന്നിൽ ബാൽക്കണിയുടെ താഴെ വാ, മുകളിൽ ഞാൻ വരാം. അപ്പൊ സിസിലി ഫ്രണ്ടിലേക്ക് വന്നോണ്ട് മായാവതിനോട് പറയും ബാൽക്കണിയിലേക്ക് അവിടെ തരാം. സിസിലി കാണാതിരിക്കാൻ വേണ്ടി ബാൽക്കണി വഴി ജാം കളക്ട് ചെയ്യാൻ പോകുന്ന മായാവതി. മായാവതി ഇങ്ങനെ തല മൂടിയുണ്ട്. പോയിട്ട് എന്താ കാര്യം? മായാവതിനെ കണ്ടറിഞ്ഞൂടി മായാവതി എന്ന്. ഞാനത് താഴെ കിടാൻ പോവാ. വേഗം വേഗം. ഓഫ്, ഇല്ലാടി. തുളസി ഉണങ്ങിപ്പോയെന്നല്ലേ പറഞ്ഞത്? എന്തിനാ അവിടെ നോണ പറഞ്ഞത്? സി വി വന്നു. പൊട്ടിച്ചു. അമ്പിളിനുള്ള ജാം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? നാളെ എനിക്ക് GM ആയിട്ട് മീറ്റിംഗ് ഉള്ളതാ. ഓക്കെ, നാളെ തന്നെ തരാട്ടാ. അത് കഴിക്കാൻ കൊതിയാവുന്നെന്നും പറഞ്ഞ് അവളെ കൊണ്ട് ഉണ്ടാക്കിക്കേ. ആ ബുദ്ധി കൊള്ളാം. അമൃതയ്ക്ക് ബുദ്ധി ഇല്ലാത്തോണ്ട് എന്തായാലും വിശ്വസിക്കും. നീ ഉണ്ടാക്കുന്ന ജാം അത് കഴിക്കാൻ കൊതിയാവുന്നു. വർഷയ്ക്ക് ജാം കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് അമൃതനെ കൊണ്ട് ജാം ഉണ്ടാക്കാൻ സമ്മതിപ്പിക്കും. ശരി, ഞാൻ ഉണ്ടാക്കി തരാം. ഉറപ്പാണേ? ഉറപ്പ്. ഇത്രയും ഷൂട്ടിംഗ് ഇവിടെ നടന്നിട്ടും ആ ബാക്കിൽ പന്ത് കെട്ടി ക്രിക്കറ്റ് കളിക്കുന്ന ലവനാണ് എന്റെ ഹീറോ. ചിത്രകല, പാചകകല, പിന്നെ കോർപ്പറേറ്റ് ഓഫീസിന്റെ ഡിസൈൻ. അങ്ങനെ അമൃത വണ്ടി ജാം ഉണ്ടാക്കി കൊടുക്കണം. ജാമിന്റെ സ്മെല്ലാണല്ലോ. അമൃത അടുക്കളയിലാണ്. അർജുന് ജാമിന്റെ സ്മെല്ലൊക്കെ അറിയോ? ഞാനിടാം, കുടിക്കോ? നോക്കാം. പിന്നെന്താ, കുടിക്കാലോ. നീ ഉണ്ടാക്കി കുറച്ചേ. അമൃത, എന്താണ് അർജുന നീ ഇങ്ങനെ നോക്കണേ? എന്താണ് വയ്യ നിനക്ക്? അങ്ങനെ നോക്കല്. ചേച്ചി നിൽക്കുന്ന കള്ളപ്പോ. വർഷ, അയ്യേ വൃത്തികേട്. അമൃത, അടുക്കളയാണ് ചേച്ചി നിൽക്കണേ. ഞാൻ റൂമിലേക്ക് വരാന്ന്. അതൊക്കെ രാത്രി പോ. അങ്ങനെ നോക്കില്ലേ? ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിക്കും? ഇത്രയും ആക്രാന്തം എന്തിനാ? അതെനിക്ക് സംശയം. അയ്യേ, ഇതിനായിരുന്ന. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചതല്ല. ഇതിനായിരുന്നു. അതെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ച എന്നോട് അമൃത ഉദ്ദേശിച്ച. ഞാൻ വിചാരിച്ച എന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. കൊണ്ട് കൊടുക്ക്. അങ്ങനെ സാമ്പിൾ ജാം സെറ്റായി. വർഷ ജാം പകർത്തുന്ന ഗ്യാപ്പിൽ വർഷയ്ക്ക് ഒരു കോള് വരും. ആ ടൈമിൽ ഒരു ഈച്ച പറന്ന് ജാമിൽ വന്നിരിക്കും. വർഷ അത് അടച്ചങ്ങ് വെക്കും. അയ്യോ, എല്ലാവർക്കും നമസ്കാരം. അടുത്ത ദിവസം രാവിലെ മായാവതി ദേശായി വീട്ടിലേക്ക് വരും ജാമിന്റെ കോൺട്രാക്ട് ഒപ്പിടാൻ. ആ സാമ്പിൾ കൊടുക്കാനുള്ള ജാം എടുത്തിട്ട് വാ. അമൃത ബി ലൈക്ക്, ജാമ അത് ഞാൻ ഉണ്ടാക്കിയതല്ലേ?
വന്നാ ആ, നമസ്കാരം. ആ, നമസ്കാരം. മായാവതി മാഡം സാമ്പിൾ റെഡിയല്ലേ? ഇപ്പൊ തരാം. ഈ ചില്ല നല്ല ഫ്രഷ് ജാം. ഓ അടിപൊളി. എന്തായത് ഈച്ച ചെത്ത് കിടക്കുന്നു? ഉമറിന്റെ എക്സ്പ്രഷൻ നോക്ക്. ഇതുപോലെയാണ് പ്രോഡക്റ്റ് തരുന്നതെങ്കിൽ ഞങ്ങളുടെ കമ്പനി എപ്പോ പൊട്ടിയെന്ന് കരുതിയാൽ മതി. ചേട്ടാ സീ തന്നെ. മാഡം ഉണ്ടാക്കിയ ജാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കഴിയുമോ? പിന്നെന്താ തരാലോ. അമ്മച്ചി ഉമറു പെർമിഷൻ വാങ്ങിച്ചിട്ട് മതി ചേട്ടാ. അമൃത ചെല്ല്. ഓ ഇതെന്താ വില്ലേജ് ഓഫീസ്. ഉമറുവിന്റെ പെർമിഷൻ വാങ്ങിച്ചാൽ ഇത് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു, ജാം വന്നു. അത്ഭുതമായിരിക്കുന്നു. ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ജാം ഇതുവരെ കഴിച്ചിട്ടില്ല. താങ്ക്സ്. ഈ ജാമിന്റെ കോൺട്രാക്ട് അമൃത മാഡം ഒപ്പിട്ടുകൊണ്ട് പ്രോഡക്റ്റ് ഞങ്ങൾക്ക് തരണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. ബുദ്ധിമുട്ടുണ്ട്. തള്ള സമ്മതിക്കൂല. സർ ഒരു നിമിഷം. എന്റെ പൊന്നർജുനെ ഇടപെടടാ ഇടപെടടാ. കോൺട്രാക്ട് ഒപ്പിവെക്കുന്ന കാര്യം ഒന്ന് ആലോചിക്കാനുണ്ട്. ഉമറു ഇവന് ധിക്കാരമോ? അമ്മയുമായിട്ട് ഒന്നുകൂടി ആലോചിക്കാൻ സമയം വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അങ്ങനെയായിരുന്നു അല്ലേ? സ്വന്തമായിട്ടൊരു വരുമാനം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നല്ലേ. ഓക്കെ വളരെ നല്ല കാര്യം. പണമൊന്നുമല്ല, അതിന്റെ ടേസ്റ്റ് എല്ലാരും ഒന്ന് അറിയട്ടെ. എന്നാ പിന്നെ പൈസക്ക് വെക്കണ്ട, ഫ്രീ ആയിട്ട് കൊടുത്താ പോരെ. നമ്മുടെ അഞ്ജലിക്കും കിരണനും വേണ്ടി. ഓ ബുദ്ധിപരമായ നീക്കം. മാഡം മാഡം നാളത്തെ പൂജയുടെ കാര്യം പറയാനാ. ഓക്കെ നാളത്തെ ദിവസത്തിന് 2 പ്രത്യേകതകളുണ്ട്. എന്താ? സാധാരണ പൂജയുടെ സാമഗ്രികൾ അന്വേഷിക്കുന്നതും അറേഞ്ച് ചെയ്യുന്നതും ഒക്കെ അമൃതയാണ്. ഞാനെല്ലാം ചെയ്തോളാം മാഡം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഓ, ഞാൻ ധന്യനായി. അങ്ങനെയെങ്കിലും നമ്മുടെ സിസിലി ചേട്ടത്തി പണിയെടുത്ത് കാണാൻ പറ്റിയല്ലോ, അത് മതി. ഉമറുവിന്റെ എക്സ്പ്രഷൻ. ഓ ധിക്കാരി വരുന്നുണ്ട്. അമ്മേ സോറി. എനിക്കൊന്നും വേണ്ട നിന്റെ സോറി. ഒരു ഫാക്ടറി അതിനെ തുടങ്ങാം. ആ കമ്പനി കിരണു അഞ്ജലി നടത്തട്ടെ. അമൃതയെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിക്കാൻ കഴിയില്ല. വീട്ടിലെ എല്ലാ ജോലിയും അമൃത ചെയ്യണേ. എന്നിട്ടാണ് എല്ലാ ബിസിനസ്സിലും ഒരു ഹെവി സ്ട്രെസ് ഉണ്ട്. അതനുഭവിക്കേണ്ട സമയമല്ല ഇത്. യോ കഴിഞ്ഞ ആഴ്ച ഇവനെ മാറ്റി നിർത്തി അമൃതേനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ച് ഈ പെണ്ണുമുള്ള സ്ട്രെസ് കൊടുത്തത് എന്താ സ്ട്രെസ് അല്ലേ? എനിക്ക് സമ്മതമല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തള്ള സമ്മതിച്ചില്ല. സുഖപ്രസവത്തിന് അധ്വാനം നല്ലതാ. അത് പോയിന്റ്. ആ ബിസിനസ് കോൺട്രാക്ട് അമൃത ഒപ്പിട്ടെ. ഉമറു ചമ്മി പിന്നെ 3G ഇനിയും ചമ്മാൻ. ഉമറുവിന്റെ ജീവിതം ഇങ്ങനെ ബാക്കിയാ. ഇത് നല്ലൊരു വ്യവസായം ആവുമല്ലോ. ഇത് അഞ്ജലിയും കിരണും നടത്തട്ടെ. അർജുൻ ഇതെന്റെ ഐഡിയ അല്ലേ? ഈ അഭിപ്രായം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നതാ. അർജുന്റെ ലൈക്ക് ഇത് തന്നെയല്ലേ 5 മിനിറ്റ് മുമ്പ് ചോറിട്ടെ തന്നെയല്ലേ ഞാൻ ചോദിച്ചു. അപ്പൊ ചെവിയിൽ കുരു വരുന്ന ഇവനെന്താ ഉറങ്ങാണ്ടിരിക്കണേ? ഏട്ടൻ ഇനി ഇത് എവിടെ കൊണ്ടുപോവാ? എന്റെ പ്രണയ സിംഹാസനത്തിലേക്ക്. എന്റെ പൊന്നെ അർജുൻ റൊമാൻറ്റിക് തന്നെ. ഇപ്പൊ കാണിച്ചു തരാം. എന്താണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ? ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി. എല്ലാവരും ചേർന്നുള്ള ആഘോഷത്തിന് മുമ്പ് നമ്മുടെ സ്വകാര്യ ആഘോഷം. അത് കറങ്ങിയില്ലാട്ടത്, അത് കംപ്ലൈന്റ് ആണ്. എന്നാലും ആ ബലൂൺ എന്തിനാ അവിടെ അങ്ങനെ നിൽക്കുന്നേ? ഇനി വല്ല ഡയറക്ടർ ബ്രില്യൻസ് ആയിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. എന്നെ എന്തിനാ ഇത്രയധികം സ്നേഹിക്കുന്നത്? ചുമ്മാ ഒരു രസം. ഈ രാത്രി മുഴുവൻ നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അമൃത എനിക്ക് ഉറങ്ങണം. വേണമെന്നല്ലേ എന്റെ കണ്ണ? കണ്ണകല്ലേ അത് ഞാൻ പറയില്ല. ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ? വാച്ചാ? തുറക്ക്. എനിക്ക് വയ്യ. റൊമാൻറ്റിക്കാ എന്തെങ്കിലുമൊക്കെ നടക്കും. മുത്തശ്ശി സമ്മതിക്കൂല. അർജുനും അമൃത ആദ്യ പൂജ. ബർത്ത്ഡേയും പൂജയാണ്. കേക്ക് മുറിക്കാന്ന് പറഞ്ഞു പോയിട്ട് ജ്യൂസ് അടിച്ചോണ്ടിരിക്കും ഇവിടെ. നീ ഈ ജാം ഉണ്ടാക്കി കൊടുക്കുന്നതോടെ ഇത് വലിയ പ്രചാരത്തിൽ വരും. യോ എന്റെ വർഷയുടെ സൗണ്ടിനെ തോറ്റി. ഒന്നും കുനിഞ്ഞെടുക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പക്ഷേ നീ ഇത് നോക്കി നിൽക്കുന്നോ? ഉമ്മറുണ്ടില്ല, മഹാകള്ളിയാണ്. ഉമ്മറു അമൃതേനെ ഹെൽപ്പും ചെയ്യില്ല. ഇത് ഗർഭിണിയാണ്, അവളെ പണിയെടുപ്പിക്കരുത്. അതെടുത്ത് കൊടുത്തൂടെ? ആ ഉമ്മറുവിന് ഹെൽപ്പ് ചെയ്തൂടെ വർഷനോട് പറയുന്ന സമയം കൊണ്ട്? പഞ്ചസാരയും ഉപ്പും കൂടി നീ മിക്സ് ചെയ്യണം. പഞ്ചസാര എടുക്കാൻ പോകുന്ന വർഷനോട് മായാവതി പറഞ്ഞു കൊടുക്കും, പഞ്ചസാരയിൽ ഇത്തിരി ഉപ്പ് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ലൈനി ഉണ്ടാക്കിയിട്ട് ജാമിൽ ഒഴിക്കും. അല്ല, ലാഭമൊക്കെ ഒരുപാട് കിട്ടുമല്ലോ, അതാ. ആ ലാഭം ഞാനും ചേച്ചിയും കൂടി ചെലവാക്കും. വർഷ സത്യം. എന്നാ ഉപ്പ് മാറ്റാം. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങും. എന്നിട്ട് ലാഭം മുഴുവൻ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും. ഉപ്പിടാം. ഒരു ജലദോഷം വന്നോ മരുന്ന് വാങ്ങാൻ പോലും കഴിവില്ലാത്തവരാ അധികം പേരും. ജലദോഷം വന്നിട്ട് ഗുളിക വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് ആ കഴുത്തി കിടക്കണ മാലയും പട്ടുസാരിയൊക്കെ കിട്ടി വേണമെങ്കിലും കൊടുക്കാം. എന്താ മൃതേ, തല ഇറങ്ങുന്നുണ്ടോ? അല്പം കൂടി പറ്റിയ എടുത്ത് താഴെ വെക്കാം.
എന്നാ അമൃത പോയി കിടക്ക്. ഇതിന്റെ കാര്യം ഞാൻ ഏറ്റു. സുഭാഷ്, അമ്മ ഇല്ലാത്തപ്പോ ഈ വീട് ഉറങ്ങിയതുപോലെയല്ലേ? ഈ വീടിന്റെ പുറത്തിറങ്ങാത്ത മഹതി മുത്തശ്ശി ഊട്ടിയില് സബർ ജില്ലക്ക് കഴിക്കല ഭജന ഇരിക്കാൻ പോയിന്ന്. വിശ്വസിച്ചടേ. അതിനു മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. വർഷ പണി അമ്മേനെ കൊണ്ടൊന്നും ടേസ്റ്റ് ചെയ്യിപ്പിക്കണ്ട. പണി പാളിയില്ല. അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, പിന്നെ വല്യമ്മ. ടേസ്റ്റ് ആക്കാൻ കൊടുക്ക്. ചിലപ്പോ വർഷം ഇങ്ങനെ ചെയ്തതുകൊണ്ട് ജാമീന്റെ ടേസ്റ്റ് കൂടാനും ചാൻസ് ഉണ്ടേ. അങ്ങനെയാണല്ലോ സീരിയലില്. എന്താ ഉമറു എക്സ്പ്രഷനൊക്കെ ഒരു ചേഞ്ച്? എന്താ നീ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത് ജാം തന്നെയാണോ? അമൃത എന്താ പറഞ്ഞേ? ഇത് കൊള്ളില്ല അമൃതേ. എനിക്ക് ജാം ഉണ്ടാക്കാൻ അറിയില്ലെന്നോ? എനിക്ക് ജാം ഉണ്ടാക്കാൻ അറിയില്ലെന്നോ? ഗംഗയായി പോയില്ല, സോറി. അമൃത എന്താ പറഞ്ഞേ? എനിക്ക് ജാം ഉണ്ടാക്കാൻ അറിയില്ലെന്നോ? ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടാ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. ചീത്ത പറഞ്ഞ് ഗർഭിണിയായ ഞങ്ങളുടെ അമൃത മോള് കരയിക്കുന്നു. ഉമറു, ദിസ് ഈസ് വെരി ബാഡ്, വെരി ബാഡ്. പട്ടി പോലും ഇത് കഴിക്കില്ല. എന്നിട്ട് ഉമറു കഴിച്ചൂലോ. കരയിപ്പിക്ക്. അയ്യേ എന്താ ഇത്? കരയുന്ന അമൃതയെ ആശ്വസിപ്പിക്കുന്നു അർജുൻ. ഞാൻ തോറ്റു എന്ന് മനസ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നാൽ ജയവും തോൽവിയെ തീരും. യെസ്, മോട്ടിവേഷൻ. ഞാൻ ജയിക്കുമെന്ന് മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ജയിക്കും. ഉറപ്പാ ജയിക്കും. ഞാൻ ജയിക്കും. യെസ്, ഞാൻ ജയിക്കും. എനിക്ക് കൈപ്പിഴ വന്നിട്ടില്ല. ഷുവർ. ഷുവർ. ഷുഗർ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നോ? നടന്ന സംഭവമൊക്കെ അമൃത അർജുനോട് പറയും. അപ്പൊ അർജുൻ പറയും എന്നാ ഉറപ്പിച്ചു വർഷം തന്നെ കള്ളി. ജയിക്കണം, ജയിക്കണം നമുക്ക്. ട്രൈ അമൃത, ട്രൈ. നമ്മൾ ആ ജാം വീണ്ടും ഉണ്ടാക്കുന്നു. അർജുൻ, യു ആർ ഗ്രേറ്റ്. തന്നെ ഞാൻ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. അതെ, അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കണം. എല്ലാത്തിനെയും തോൽപ്പിക്കണം. യെസ്, മരണത്തെ പോലും. യെസ്. നേരം വെളുക്കും മുമ്പ് ജാം ഉണ്ടാക്കണം. അങ്ങനെ ഓപ്പറേഷൻ അമൃത ജാം. കാർ എടുക്കുന്നു, മാർക്കറ്റിൽ പോകുന്നു. അതിനുള്ള എനർജി വേണ്ടേ? ആ, ഒരു പോസിറ്റീവ് എനർജി. എനർജി ഇല്ലേ? കുറച്ച് ബൂസ്റ്റ് വാങ്ങിച്ച് കലക്കിയാണ്ട് ഉണ്ണാക്കിലേക്ക് കൊടുക്കേ. പറഞ്ഞു തരാം. ഗുഡ് ഗോ. ഓ, ഇതാ എനർജി അല്ല, ഈ എനർജി. കിട്ടി, കിട്ടി, എനർജി കിട്ടി. എനിക്കും വേണമായിരുന്നു ഇത്തിരി എനർജി കിട്ടും. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ അമൃതയും അർജുനും ജാം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നു. 1 കിലോ ആപ്പിൾ, 1 കിലോ ഓറഞ്ച്, 1 കിലോ മുന്തിരി, മറ്റേ മുന്തിരി, പൈനാപ്പിള്, പഴം, ഇത്രയും സാധനം വാങ്ങിച്ചിട്ട് 1 കിലോ ജാം ഉണ്ടാക്കണം. അമൃത ഇല്ലാടിയുണ്ട്. 50 രൂപയുടെ ജാം ഉണ്ടാക്കാൻ 500 രൂപ ചെലവായാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഓപ്പറേഷൻ സക്സസ്. അങ്ങനെ അമൃത ജാം ഉണ്ടാക്കുന്നു. സക്സസ്. നല്ല ക്ഷീണം. ക്ഷീണ അതിന് നിങ്ങൾ രാത്രി അടുക്കളയിലായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ക്ഷീണിക്കണേ? ഉറക്ക ക്ഷീണമൊക്കെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. എവരിബഡി വന്നല്ലോ, എവരിബഡി. ജാം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അർജുൻ, അമ്മ ഇപ്പൊ ചങ്ങോട്ടോ നോക്കിക്കോ. ഈ പ്രത്യേക ജാം ജനങ്ങളുടെ കയ്യിൽ എത്തിക്കേണ്ടതുണ്ട്. ഇയാളുടെ കെഞ്ചല് കാണുമ്പോ ഇയാൾക്ക് ഈ ജാം വിറ്റിട്ട് വേണമെന്ന് തോന്നുന്നു കുടുംബം പുലർത്താൻ. വേണമെങ്കിൽ ഒരു ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യാം. ജാതി ഡെഡിക്കേഷനും ജാതി മോട്ടിവേഷനും. പ്ലീസ് ജാം ഉണ്ടാക്കൂ, ജാം ഉണ്ടാക്കി തരൂ പ്ലീസ്. എനിക്ക് ജാമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് ആ ചേട്ടന്റെ മോട്ടിവേഷൻ. ജാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നലെ ഉണ്ടാക്കിയ ജാമാ. ഇഷ്ടപ്പെട്ടാൽ കോൺട്രാക്ട് തന്നോളൂ. അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതാ. ഇദ്ദേഹത്തിന് കൊടുത്ത് നാണം കിടന്നോ? ഓക്കെ, ജാം കൊടുത്ത് നാണം കേട്ടെ. നുണഞ്ഞ് കടിക്കാൻ കൊതിയൻ. എന്ത് ബോറാണിത്? ബോറോ? അപ്പൊ ഇന്നലെ രാത്രി ഉണ്ടാക്കി ജാമല്ലേ കൊടുത്തേ? എന്റെ സംശയം വെച്ചാലേ ഈ ഉമർലാദേവിയും മധു വെക്കുന്നതിനും ഞെട്ടണവർക്ക് ഓൾറെഡി അറിയില്ലായിരുന്നു ജാമ കൊള്ളൂലെന്ന്. ഇത്രയും ബോറാക്കി വേണം ഉണ്ടാക്കി തരാൻ. തകർത്തു. ചേട്ടൻ സസ്പെൻസ് ആക്കിയതാട്ടോ. കൊച്ചു കള്ള കടിയിട്ടുണ്ടെന്ന്. എത്ര ലക്ഷം അഡ്വാൻസ് ആണോന്ന് പറയും. അങ്ങനെ ജാമിന്റെ കോൺട്രാക്ട് അമൃതയ്ക്ക് കിട്ടി ഗായ്സ്. നാളെ ഒരു 200 കുപ്പി സാമ്പിൾ വേണം. 200 കുപ്പിയാ? നാളേക്കാ? എന്താണ് അത് ഞങ്ങളുടെ എല്ലാ സ്റ്റേറ്റ്സ് ഓഫീസിലും അയക്കണം. ഉണ്ടാക്കാം. സീരിയലിൽ ഉണ്ടാക്കാണ്ട് പറ്റോ? ഒപ്പിട്ടോളൂ. എന്റെ പൊന്നമൃത ഒപ്പിടാനാ പറഞ്ഞ, പേനയുടെ ഭംഗി നോക്കാനല്ല കേട്ടോ. ആ ജാമിന്റെ പേരിടാൻ പോവാ. ഇനി ജാമിന് ഒരു പേര് വേണം. ഏത് പേരിടും? നോക്കിക്കോ, എന്റെ പേര് ആരും അറിയില്ല. വർഷ ജാമ. ഈ ജാമിനൊരു പേരിടണ്ടേ? അമ്മയുടെ പേരായാലോ? മുത്തശ്ശിയുടെ പേര് മഹദി ജാം. ഫ്രഷ് ഐഡിയ. മധു ജാം എന്നാവട്ടെ. മധു എനിക്ക് കുഴപ്പമൊന്നുമില്ല. മധു ജാം കേൾക്കാനൊക്കെ ഒരു രസമൊക്കെ ഉണ്ട്. എങ്കിൽ പിന്നെ നിന്റെ പേരിടാ ഊർമിള ജാം. നന്നായിരിക്കും. ഞാനൊരു അഭിപ്രായം പറയാം. പറ. നമുക്ക് വർഷിച്ചയുടെ പേരിടാം. വർഷ ജാം നല്ല പേര്. വർഷയുടെ പേരോ? അത് വേണ്ട. ഗാദാ ജാം എന്നായിരുന്നു നല്ലത്. വൈകുന്നേരം എല്ലാവരും വന്നിട്ട് വോട്ടിനിടാം.
എന്തൊക്കെ കോമഡിയാണല്ലോ ഒരു ജാമിന് പേരിടാൻ വോട്ടിംഗ് ഒക്കെ. വർഷ തന്നെയാണ് പോളിംഗ് ഓഫീസർ. ആ ബെസ്റ്റ് കള്ളന്റെ താക്കോൽ എടുത്തിട്ടുണ്ട്. വർഷ വർഷം എന്ത് ചെയ്യും? മായാവതി പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് കള്ള വോട്ട് ഉണ്ടാക്കി ഇടും. എന്നാ രണ്ട് കാൻഡിഡേറ്റും അടുത്തടുത്ത് നിൽക്കണം. അങ്ങനെ വോട്ടിന്റെ പരിപാടികൾ തുടങ്ങാണ്. ഓക്കെ, അഭ്യർത്ഥിക്കുക. ജാമിന് വർഷ എന്ന് പേരിടാൻ ആഗ്രഹമുള്ളവർ എനിക്ക് വോട്ട് ചെയ്യണം. നോക്കിയിരുന്ന് ഇപ്പൊ വോട്ട് ചെയ്യുന്നതാണ് അർജുൻ പറയുന്നത്. രാമന് വർഷ എന്ന് പേരിടാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് യോ പരിശുദ്ധ നന്മമാരാം അമൃത ദേശായി അർജുൻ. ഓക്കെ, അങ്ങനെ വോട്ടിംഗ് കഴിഞ്ഞു. വർഷയുടെ ബുദ്ധി പെട്ടി തിരിച്ചു. വർഷയിച്ച് 4 ഞാൻ 2 വോട്ട് നേടിയിരിക്കുന്നു. അങ്ങനെ 4-നെതിരെ 2 വോട്ടുകൾക്ക് അമൃത തോറ്റിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ അമൃതയ്ക്കാണല്ലോ കുത്തിയെ. അർജുൻ, ഇവര് അമൃതയ്ക്ക് കുത്തിക്കാണോ ഇവര് കുത്തിക്കാണോ? ഞാൻ ജയിച്ച ആരോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമെന്നൊക്കെ പറഞ്ഞായിരുന്നു. എടാ ഉമ്മ എന്റെ ഉമ്മറുള്ള ഉമ്മ തരില്ല. എനിക്ക് വയ്യ തോന്നും കാണാൻ. ഇതെന്താ കൊറേ ഉണ്ടല്ലോ. തെളിവ് നശിപ്പിക്കാണ്ട് ബെഡും ഇട്ടുകൊണ്ട് പോയത് നമ്മുടെ ഉമ്മറുള്ള ദേവി കണ്ടുപിടിക്കും. വാഷ്റൂമിൽ പോയി 1 വർഷം ഞാൻ മാത്രമല്ല അമ്മയും പറഞ്ഞിട്ട് ചെയ്തതാ. സത്യായിട്ട് ഈ കുടുംബത്തെ ഒന്നടക്കമാ നീ ചീറ്റ് ചെയ്തത്. ഉമ്മറു യു ചീറ്റ്. ഓക്കേ, മാപ്പ് ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത കുറ്റമായത്. യെസ് 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 ക്ഷമിക്കരുത്. ഇത് ചീറ്റിംഗ്. ഉമ്മറു നൽകി. നീ കള്ളോട്ട് ചെയ്ത് എന്നെ പറ്റിച്ചല്ലേ, കാണിച്ചു തലടി. ഊർമിളെ, നീ ഒന്ന് പുറത്തേക്ക് വന്നേ. വാ. ദയവേട്ട ഉമ്മറു സ്റ്റേ കാം കാം. നീ വന്നേ, അടങ്ങ്. നീ ദേവേട്ടാ, അവിടെ നമ്മളെ വെടിയൊക്കെയല്ലേ ചെയ്തത്. അടങ്ങിയ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് വിട്ടുകൊടുത്തൂടെ? അടുത്ത നന്മമരം ദേവേട്ടൻ ദേശായിക്കോടുമ്പോ മൊത്തം നന്മമരം കണ്ട. നടക്കില്ല ദേവേട്ടാ, നടക്കില്ല. എടോ എന്നാ തനിക്ക് വർഷയ്ക്ക് വോട്ട് ചെയ്യുന്നില്ലടോ. കറുപ്പ് കാറിലാരെ വരുന്നേ? US കാർ ഓടിച്ചോന്ന്. ജാമിന്റെ പേര് വർഷയുടേതാക്കുന്നു. അങ്ങനെ ജാസ്മിന്റെ റെക്കമെൻഡേഷനിൽ വർഷ ജാമെന്ന് ജാമിന് പേരിടും. TV ഓഫായി പോയ പോലെ ജാസ്മിൻ കൂടി പോയി. സ്വപ്നായിരുന്ന സാമ്പിൾ ബോട്ടിലിന്റെ 200 എണ്ണം ഇന്ന് 11 മണിക്ക് അവരുടെ ഓഫീസിൽ എത്തിക്കണം. ഓക്കെ, എത്തിക്കാം. സ്റ്റിക്കർ പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ അമൃതയ്ക്ക് ടെൻഷൻ. സ്റ്റിക്കർ വന്നിട്ടില്ല. സ്റ്റിക്കർ വരണ്ട്. ജാം എങ്ങനെ കൊടുക്കും 11 മണിക്കുള്ളിൽ? സ്റ്റിക്കർ കൊണ്ടുവന്നു, അത് പറയാനാ ഞാൻ വന്നത്. സ്റ്റിക്കർ വന്നാ ശരി. ചുമ്മാ ടെൻഷൻ അടുപ്പിച്ച് മനുഷ്യനെ വിഷമിപ്പിക്കാൻ ഈ സീരിയൽ ആര്? അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ പോണ്ടേ? കൈനീട്ടം തന്നോളൂ. ഷോ ഉമ്മ കിട്ടി കിട്ടി അർജുന്റെ കവള് തൂങ്ങി. ആഹാ, ജാമിന്റെ ഫോട്ടോ വന്നല്ലോ. കുഞ്ഞിന്റെ ഈ ഫോട്ടോ നന്നായിട്ടുണ്ട്. ഈ ഫോട്ടോ കണ്ട ആരായാലും ഞാൻ വാങ്ങും. അതെ അതെ. അതിനു മുമ്പ് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. നമുക്ക് എടുത്തിട്ട് വരാം. അമൃതനെ പണിയെടുപ്പിക്കരുതെന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഉമ്മറുള്ള ദേവി. എന്നിട്ട് എല്ലാ ജാമ്പോട്ടിലും അമൃത തന്നെ നിറച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് നല്ല സൗന്ദര്യമുള്ളവരെയാ പരസ്യത്തിൽ വെക്കാറുള്ളത്. അതുകൊണ്ടാ അമൃതയുടെ ചിത്രം വെച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ ഉമ്മറിന്റെ വെക്കായിരുന്നു. ഞങ്ങളൊക്കെ ഉമ്മറ് ഫാൻസാ. സേഫ്റ്റി പിൻ ഇളകിയതാ. വള ഓടാതിരിക്കാനാ. വള ഓടണ എന്താ റണ്ണിങ് റേസാ. അങ്ങനെ കുപ്പിയിലൊക്കെ ജാമ് നിറച്ചു തുടങ്ങി. ഇന്നതാമേ ഞാൻ നിറയ്ക്കാം. നിങ്ങളുടെ നിറയെ ജാമേ നിറച്ചുകൊണ്ടിരിക്കുന്ന ക്യാപ്പില് വർഷ സേഫ്റ്റി പിൻ എടുത്ത് ജാമിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജാമ് നിറയ്ക്കും. ആ സാരിയിൽ ഇന്ന് സേഫ്റ്റി പിൻ കുത്താൻ മറന്നു. ശരി, ഉമ്മറും അങ്ങനെ മറക്കാറില്ലല്ലോ. ആ വർഷേ, നീ വളയെ പിടിപ്പിച്ചിരുന്ന ആ സേഫ്റ്റി പിൻ എടുത്തേ. വർഷ അയ്യോ അത് കാണാനില്ല. ബോട്ടിലിന് പുറത്താ വെച്ച. അയ്യോ നോക്ക്. ദൈവമേ, അത് താഴെയാണോ ബോട്ടിലിനുള്ളിലാണോ പോയതെന്ന് അറിയില്ലല്ലോ. മധു ജൂനിയർ CBI ഓഫീസർ 2.0. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയാ? ഇവിടെ എങ്ങും കാണുന്നില്ല. തപ്പ്, എല്ലാരും തപ്പ്. സർ, ഇതുവരെയും ജാമിന്റെ സാമ്പിൾ എത്തിയിട്ടില്ല. ഞങ്ങളുടെ GM പോയാൽ പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എടോ താൻ ഇന്നലെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. മനുഷ്യന്മാരൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറണതേ. മാഗ്നറ്റ് വെച്ച് നോക്കാം. ഞാൻ എടുത്തിട്ട് വരാം മാഡം. ഉമ്മറുകില്ലാണ്ടി എന്നെ. ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോലും സമയമില്ലാത്ത ആൾക്കാരാണ് എല്ലാ ബോക്സും തുറന്ന് അതിൽ മാഗ്നറ്റ് വെച്ച് പിന്നെ നോക്കണം. അമ്മേ, ദേ സേഫ്റ്റി പിൻ. എടാ തന്നോടെ അകത്തേക്ക് കയറാൻ ആരോട് പറഞ്ഞ ബെല്ലെന്ന് പറഞ്ഞ സാധനം ഇവിടെ വെച്ചിട്ടുണ്ടോ? വേഗം. ഈ സമയത്ത് കിരണും മായാവതി കൂടി ദേശായി ബംഗ്ലാവിലേക്ക് വരും. കിരണിന്റെ വണ്ടിയിൽ ബനീന്റെ കെട്ടുകളാ, കമ്പനി വണ്ടിയിൽ ജാമും. അത് രണ്ടും പരസ്പരം മാറ്റി കേട്ടണം. അതെങ്ങനെ മാറ്റും? മായാവതി ഒരു കില്ലാടി എന്നേട്ടാ. അങ്ങനെ കിരണ്ട ബനിയനൊക്കെ എടുത്ത് ജാമ വണ്ടിയിൽ വെക്കും, ജാമൊക്കെ എടുത്ത് കിരണ്ട വണ്ടിയിൽ വെക്കും. അങ്ങനെ കിരണ്ട ബനിയനും കൊണ്ട് ജാമ പോവും. അങ്ങേരുടെ കാര്യം പറയുമ്പോ ഊർമിളാദേവിക്ക് എന്താണ്?
അല്ല അതിനുള്ള ബന്ധം വല്ലതും ഉണ്ടോ? ഇതിന്റെ ഇടയ്ക്ക് ഉമറും വാസുദേവനും അവിഹിതമാണെന്ന് മായാവതി. ഊർമിള ആരാണെന്ന് നിങ്ങൾ അറിയും. വേണ്ടാന്ന് വെക്കും തോറും ആക്രമണം കൂടുക. മായാവതിയുടെ ആക്ഷൻ നോക്ക്. അതെ shut up. Shut up! പക്ഷേ പിടിച്ചോണ്ട് പോയിവരെ. ഉമറുവിനെ ഇറങ്ങി. ഗെറ്റ് ഔട്ട്. എന്ന് സഞ്ജുവാടി Get out! കണ്ണെങ്ങനെയാണ് തുറപ്പിക്കണേ? എന്റെ കണ്ണ് വരുന്നില്ല അങ്ങോട്ട്. എല്ലാരും കൂടി ഇളമി, അടിക്കാൻ ഇങ്ങോട്ട് വന്നേ. നീ ഇവിടെ വളവളാന്താ? വളവളാന്തൻ. വേണ്ട. ഭാഗ്യം ഉമറു കിരണിനെ തടഞ്ഞത് കൊണ്ട് കിരൺ ഒന്നും ചെയ്തില്ല. വരട്ടെ, വരട്ടെ. എടി മാറി നിൽക്കടി, ചിലപ്പോ ഇത് മുന്നോട്ട് വരും. കിരൺ ഡ്രസ്സും കൊണ്ട് സ്ഥലത്തെത്തി. ഡ്രസ്സ് തുറന്നു നോക്കുമ്പോ ജാമ്. ഇതെങ്ങനെ? സർ ഇനി തന്നെ ഓർഡർ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, അഡ്വാൻസ് മടക്കി തരണം. കിരണിന്റെ ഓർഡർ പോയി, അമൃതയുടെ ഓർഡർ പോയി. ഈ സമയത്ത് ജാമിന്റെ ആള് ഇത് നമ്മളെ ഫൂളാക്കിയതാ. ബനീന എന്നെ ഫൂളാക്കാൻ ചെയ്തല്ലടാ അവര്. എടോ തന്നെ എന്തിനാടോ ഫൂളാക്കുന്നേ? ആ പേട്ട ജാമ് ഇത്രയും രൂപ കൊടുത്ത് മാർക്കറ്റ് ചെയ്യിപ്പിക്കുന്ന താൻ ശരിക്കും ഫൂളല്ലേടോ? വഴിയിൽ വെച്ച് ആകാശത്ത് നിന്ന് കുറെ ബനിയൻ അതിനകത്ത് കയറി. ജാം ആകാശത്തേക്കും പോയി. ഓ ഇയാൾക്ക് ഇല്ലാടി. ഇവിടെ ജാം കാണാത്തിന്റെ കരച്ചിൽ, അവിടെ കിരൺ റേസിംഗ്, കരച്ചിൽ റേസിംഗ്, കരച്ചിൽ റേസിംഗ്, കരച്ചിൽ റേസിംഗ്, കരച്ചിൽ റേസിംഗ്, കരച്ചിൽ റേസിംഗ്. കൃത്യ സമയത്ത് എത്തിക്കാൻ കഴിയാത്തവരുമായി എന്തിനാ ഒരു കോൺട്രാക്ട് എന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ. അത് ശരി, നിങ്ങളല്ലേ വണ്ടി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കുറ്റം പറയണ? ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. അല്ല പിന്നെ ഇത് കൊള്ളാം. കിരൺ, കിരൺ, പക്ഷേ നമ്മുടെ അമൃത തോൽക്കാൻ നമ്മുടെ ഡയറക്ടർ സമ്മതിക്കില്ല. കിരൺ അർജുനെ വിളിച്ചു, അർജുൻ അഡ്രസ് അയച്ചു കൊടുത്തു, കിരൺ വണ്ടി ഓടിച്ചു, റേസ് ചെയ്തു, ജാമിന്റെ സ്ഥലത്തെത്തി. ഓക്കെ, സാറ്റിസ്ഫൈഡ്. അപ്പൊ ഒരു ബോക്സ് കാണിച്ച് ഇയാൾ സാറ്റിസ്ഫൈഡ് ആവോ? ശരിക്കും ഭയപ്പെടാനൊന്നുമില്ല. മാഷൊന്ന് തലയുറ്റി വീണു. അടുത്ത ഇഷ്യൂ, മോദിജിയുടെ അനിയൻ തല ചുറ്റി വീണു. ഇപ്പൊ കിടപ്പാ. നടുവിന് ചെറിയ പ്രശ്നമുണ്ട്. നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കുക. നടുവിനാണോ? പാന്റിനല്ലേ ബെൽറ്റ് ഇടാ? ഇയാൾക്കൊന്നും പറ്റിയില്ലല്ലോ. സർ, ഇയാൾ ഇവിടെയും വന്ന വീട്ടിൽ അത്രയും കാറുണ്ടായിട്ടും ഗർഭിണിയായ അമൃതയെ ഓട്ടോറിക്ഷയിൽ കയറ്റിവിട്ട ഉമ്മറാദേവി നിങ്ങളൊരു അമ്മയാണോ? വർമ്മ സാർ പിണങ്ങിട്ടാ. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്. അല്പം കഴിഞ്ഞ് സംസാരിക്കാം. കള്ളക്കിളവന് പൊസസീവ്നെസ്. എന്നെ കാണാനാണോ വന്നത്? അമൃതാബിയിലെ താനല്ലോടെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ച കള്ളക്കിളവ എന്നിട്ട് ഇപ്പൊ കാണാന്നോ? രചന എന്ന് പറഞ്ഞ വല്ലതും മനസ്സിലാവുമോ? അയാളുടെ ഒരു പുച്ഛം നോക്ക്. ന്യൂ ഇന്ത്യയുടെ GM വിളിച്ചിരുന്നു, ജാമിന്റെ അപ്രൂവലായി. അർജുൻ വന്ന് പറയും ജാം അപ്രൂവ് ആയി. എല്ലാ സ്റ്റേറ്റിലും നല്ല റെസ്പോൺസ് ആണെങ്കിൽ മാസ് പ്രൊഡക്ഷൻ വേണ്ടി വരും. എന്ന് വെച്ചാ ഓട്ടോമാറ്റിക് പാക്കിംഗ്. ഓട്ടോമാറ്റിക് അടിപൊളി, അത് നല്ലതാ. അതിന്റെ മെഷീൻസ് ഒക്കെ ന്യൂ ഇന്ത്യ തന്നെ ഇറക്കുമതി ചെയ്തു തരും. ഓ നല്ല കമ്പനിയാട്ടാ. ഇവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് കിട്ടിയത് നമ്മുടെ ഭാഗ്യോ. നമ്മൾ പേയ്മെന്റ് കൊടുത്താൽ മതി. അത് ശരി, പിന്നെ എന്തിനാണ് സാർ തോക്ക്? പൈസ നമ്മൾ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി വാങ്ങിച്ചാൽ പോരും. പിന്നെ എന്തിനാ അവരുടെ ആവശ്യം? 1-2 കുപ്പി ജാം കൊണ്ടുവരാമായിരുന്നു. അപ്പൊ നേരെ വർമ്മ സാറിന്റെ വീട്ടില് ജാം ബിസിനസ് തുടങ്ങിയതിന് പുള്ളിക്ക് കലിപ്പ്, ചിത്രരചന ചെയ്തില്ല. 2 ബോട്ടിൽ കച്ചവടം നടക്കുമായിരുന്നല്ലോ. ഇയാളുടെ വെറുപ്പിക്കൽ കാണാൻ എനിക്ക് വയ്യ. ഞാൻ സ്കിപ്പ് അടിക്കും. സ്വയം പണി ഊർമിളാദേവി ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല വർഷേ. ഉമറു കേട്ടു, ഞാൻ കേട്ടു. ആ ചൂലിക്ക് തന്നെ. അയ്യോ, ആ വർഷം അവിടെ പോയിരുന്നോളൂ. വർഷാബിലേക്ക് പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അയിലസാ വർഷ, ഞാൻ എന്തിനാ അങ്ങനെ പറഞ്ഞേ? ഉമറുവിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. ഉമറു ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഉമറു പണിയെടുക്കുന്നു. ഇപ്പൊ പറ ആരാ മണ്ടൻ? എനിവേസ് ഉമറു അടിച്ചു വരുന്നു. ഞാൻ കൃതാർത്ഥനായി. അവൾക്ക് ഇന്നവിടെ വരാൻ കഴിയില്ലെന്ന്. അടുത്ത പ്രശ്നം, അർജുൻ വിളിച്ചിട്ട് അമൃത വന്നില്ല. ഞാൻ പോയി കൊണ്ടുവരാൻ പോവാ. ആ കത്രയുള്ളൂ അർജുനെ. നീ പോയി അമൃതനെ വിളിച്ചിട്ട് വാ. കള്ളക്കളവിന് ഇത്തിരി കൂടുതലാ. എന്താ ഇവിടെ തന്നെ നിന്നത്? വന്നു, മോദിജിയുടെ അനിയൻ വന്നു. അകത്ത് കയറാനുള്ള യോഗ്യതയില്ലെന്ന് സ്വയം തോന്നിട്ടാണോ? അകത്തേക്ക് കയറാൻ ഇതെന്തോ അമ്പലമാണോ? ഇവളെ കൊണ്ട് ജാം കച്ചവടം ചെയ്ത് ജീവിക്കാനുള്ള ഗതികേടിലായോ അർജുൻ ദേശായി? അർജുനിലെ കള്ളക്കളവാ. താനിക്ക് സ്പോൺസർഷിപ്പ് ചോദിച്ചിട്ട് ദേശായി വീട്ടിലേക്ക് മാറ്റാം. ഞാൻ പോയിക്കോട്ടെ. എന്നോട് ചോദിച്ചിട്ടാണോ നീ വന്നത്? തുടങ്ങി. ഇപ്പൊ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരരുത്. അർജുൻ ഇവളെ കൊന്നറിഞ്ഞാലോ? പോകാം. എങ്ങനെ? മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? മുത്തച്ഛന്റെ കിണ്ടി. ഇല്ല, നിന്നെയും കൊണ്ടേ ഞാൻ പോകും. ആ എന്നാ നീ കൊണ്ടേ പോകൂ. സാറിന് ഒരു രോഗമില്ല, മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാ. അങ്ങനെ അർജുന്റെ കൂടെ അമൃത വരില്ല. ഇതൊക്കെ അർജുൻ വന്ന് ഉമ്മർലാദേവിനോട് പറയും. അവള് ജാം കച്ചവടം നടത്തിയെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? വർമ്മ സാറിന്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് ആർക്കും വർമ്മ സാറിനെ അറിയില്ല. മഹാപ്രതിഭയാ. പ്രതിമ ഗർഭിണി ആയതുകൊണ്ട് വീട്ടിലെ പരിചരണം ആവശ്യമുണ്ട്. ഉമ്മർലാദേവി വന്ന് ചോദിച്ചപ്പോ പെർമിഷൻ കൊടുത്ത്. ജാസ്മിൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ.
ഉമ്രു ബെസ്റ്റിയാ? ഇപ്രാവശ്യം വന്നപ്പോ ഞങ്ങൾ പലവട്ടം കണ്ടിരുന്നു. ഓ, പലവട്ടം അവള് നിന്നെ കാണാൻ വന്നിട്ടില്ലേ? ദാ എന്റെ കാർഡ്, എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഗൗതമിന്റെ നമ്പർ വാങ്ങിച്ച് ഉമ്രുള്ള ദേവി ദേശായി കുടുംബത്തിലേക്ക് പോകും. എനിക്കാരോടും പരിഭവമൊന്നുമില്ല. പടം വരയ്ക്കണതും പറഞ്ഞുകൊണ്ട് അർജുന അമൃതയും കൂടി പിന്നെ അടി. പിന്നെ അരമണിക്കൂർ അമൃതയുടെ ഹിസ്റ്ററി ക്ലാസ്. ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. മതി. ലാസ്റ്റ് അർജുൻ ഒന്ന് മിണ്ടാതിരി പെണ്ണുമുള്ള ചോദിക്കണ്ടായിരുന്നു. ഏട്ടൻ എനിക്ക് തരേണ്ട സ്നേഹത്തിന്റെ 1% പോലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നീ എന്തെങ്കിലും ചെയ്യും. തന്നെ ആരിഷ്ടപ്പെടുന്നതും എനിക്കിഷ്ടപ്പെടില്ല. അതാണ് പൊസസീവ്നെസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അടുത്ത ദിവസം കമ്പനിയുടെ ഓർഡർ പറയാൻ വേണ്ടിട്ട് മറ്റേ എവരിബഡി പിന്നെയും വരും. എന്റെ മകളായ അഞ്ജലിയാണ് ഉണ്ടാക്കുക. അപ്പൊ ഉമ്മളദേവി പറയും ജാം ഇനി തൊട്ട് ഉണ്ടാക്കുന്നത് അഞ്ജലി ആയിരിക്കും. ജാം ഉണ്ടാക്കാനാ ഇവക്ക് ചായ വെക്കാൻ അറിയോ? ഉടനെ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ എവരിബഡി കോട്ടുണ്ടായിട്ട് വന്നാണെങ്കിലും പുള്ളിക്ക് ബുദ്ധിയുണ്ട്. ബട്ട് ഓൺ കണ്ടീഷൻ, അമൃത മാഡത്തിന്റെ പേരിൽ തന്നെയാവും കോൺട്രാക്ട്. ആ അത് നന്നായി. അമൃതയ്ക്ക് ജയിലിൽ പോവാം. റെസ്പോൺസിബിലിറ്റി മാഡത്തിനായിരിക്കും. റെസ്പോൺസിബിലിറ്റി വെക്കാന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്തിനാ ചിരിക്കണവർക്ക് റെസ്പോൺസിബിലിറ്റിയുടെ അർത്ഥം പറഞ്ഞൂടെ? എന്റെ പൊന്നമൃതേ, അഞ്ജലി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച കേസ് നിനക്ക് നീ ജയിലിൽ പോണെന്ന് പറയണേ. ബ്ലഡ് വരുന്നത് ഞാൻ കണ്ടു. ഇതിന്റെ ഇടയ്ക്ക് ഗൗതം ഉമർല ദേവിനോട് ജാസ്മിന്റെ അസുഖത്തിനെ പറ്റിയും എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. ബൈ ദ ബൈ, അവിടെ കിരണും അഞ്ജലിയും ജാം ഉണ്ടാക്കി തുടങ്ങി. ഓ ഞാനിവിടെ ഉണ്ട്. ഇങ്ങനെയാണ് ജാം ഉണ്ടാക്കണേ. ഇതെന്താ പള്ളിപ്പെരുന്നാളിന് നേരത്തെ സത്യം ഉണ്ടാക്കണ? അങ്ങനെ ജാമൊക്കെ ഉണ്ടാക്കി ഫസ്റ്റ് ലോഡ് വണ്ടി കയറ്റാണ്. ഈ ഗ്യാപ്പിൽ മായാവതി അതിന് അടിച്ചു മാറ്റുന്നത്. പുതിയൊരു ജാം ഇറങ്ങുന്നു വാർത്ത കണ്ടിരുന്നു, വന്നോ? കില്ലാടി ജാമ എന്റെ ചേച്ചിയുടെ ഒരു ആവേശം നോക്കുന്നേ. ദേശായി ഗ്രൂപ്പിന്റെ പ്രോഡക്റ്റാ. അവരുടെ പ്രോഡക്റ്റ് ആകുമ്പോ മായ ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. അതൊക്കെ അത്രേ ഉള്ളൂ. മാർക്കറ്റിൽ എത്തുന്നതിന് മുൻപ് ഇവിടെ വിൽപ്പന നടത്തണം. മായാവതി സീൻ ബുദ്ധിയട്ടാ. മായാവതി മാഡം ആണല്ലേ? മായാവതി എന്താണ് എന്നെ പറ്റിയുള്ള അഭിപ്രായം കേൾക്കട്ടെ. ഒരു തരികിടയാണെന്നാ കേട്ടത്. ആരോടെ തന്നോട് അങ്ങനെ പറഞ്ഞേ? 1875 രൂപയുണ്ട്. അങ്ങനെ അടിച്ചു മാറ്റി 25 ജാമ് മറച്ചു വെച്ച് മായാവതി പൈസ ഉണ്ടാക്കും. 25 എണ്ണത്തിന്റെ കുറവുണ്ട്. ജാമില് കുറവ് കാണൂലോ, മായാവതി പൊക്കി. ആദ്യം ആന്റിയുടെ മോഷണം കണ്ടുപിടിക്കണം. ഇത് മനസ്സിലാക്കി അഞ്ജലി അടുത്ത ദിവസം ജാമിന് പകരം കുറച്ച് മണൽ നിറച്ചിട്ട് അതിൽ വെക്കും. ആന്റി മണ്ണുണ്ടേ വിൽക്കട്ടെ. ഇത് നമ്മുടെ മായാവതി കടയിൽ കൊണ്ടേ കൊടുത്തിട്ട് പൈസ വാങ്ങും. 100-200 ബോട്ടിൽ കൊണ്ടുവന്നു. അതിന്റെ ഇടയ്ക്ക് ചപ്പാത്തി അടിച്ചു മാറ്റും. മുല്ലപ്പൂ തിരിച്ചു വന്നു. പിന്നെ മുല്ലപ്പൂന്റെ കുറച്ച് കഥ ഒന്നുമില്ല. ടിന്നിൽ നിന്ന് ജാം മാറ്റിയിട്ട് അതിൽ മണ്ണ് നിറച്ച് വെക്കുക. മണൽ കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോയ ചേച്ചി വീട്ടിൽ ചെന്ന് ബ്രെഡുമ്പോ ബട്ടർ തേക്കാൻ നോക്കിയപ്പോഴാണ് മണലാന്ന് മനസ്സിലായത്. കടയിൽ നിന്ന് നോക്കൂലേ, അതിൽ മണ്ണ് നിറച്ച് വെക്കുക. അനാവശ്യം പറയരുത്. ഇന്ന് വരെ ഞങ്ങൾ ആരെയും പറ്റിച്ചിട്ടില്ല. ചേച്ചിനോട് കളിക്കണ്ടാ, ചേച്ചി സീനാ. പോലീസിൽ ഏൽപ്പിക്കാ വേണ്ടത്. എന്ന് വിളിക്കുന്ന പോലീസിനെ. വിളിക്കണോ? ഈ പ്രോഡക്റ്റ് ഇനി ഇവിടെ വിൽക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലും മണ്ണ് തന്നെയാണല്ലോ കാണുന്നത്. ആ നോക്കണോ? നോക്കി പേടിപ്പിക്കില്ല ചേച്ചി, ചേട്ടൻ പേടിക്കും. എന്തേ തന്റെ ജാമൊക്കെ എന്തേ? സോറി, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇല്ല, എന്റെ കാശിങ്ങിതാ. ഓ, പിന്നെ ചേച്ചിക്ക് പൈസ മതിയായതുകൊണ്ട് ചേച്ചി പറയും ആ ഗ്യാസ് തുറക്കണം, എന്റെ പൈസ തിരിച്ചോ. മാഡം കുറച്ച് ബോട്ടിൽ കൂടി വേണം. ഇതിന് ദേഷ്യം കൊണ്ട ചേട്ടൻ എന്ത് ചെയ്യും? മായാവതിനെ വിളിച്ചിട്ട് പറയും കുറച്ച് ജാം വേണമല്ലോ, അഡ്വാൻസിന് 25,000 കൊണ്ട് തരാം, വരൂ. അതുപോലെ 1,00,000. അതല്പം കൂടുതലല്ലേ? ഈ തുക്കട കടയിലെ ആ ചേട്ടനോട് 1,00,000 രൂപ ചോദിച്ച മായാവതി മാസല്ലേ? എന്തെങ്കിലും ഈ ബേക്കറിയിൽ നിന്ന് കഴിക്കണം. എനിക്ക് ഇതിനൊന്നും സമയമില്ല. അങ്ങനെ പറയല്ലേ, കഴിക്കി. ദാ, അയ്യോ, ഇതെന്തോ മണ്ണോ? പോരുത്. പക്ഷേ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ബ്രെഡിൽ മണലിട്ടത് ശരിയല്ല. ചന്ദനമണിയിലെ പുതിയ ക്യാരക്ടർ ആരാണ്? ശെൽവ മുതലാളി. ഗുണ്ടാപിരിവിന് പോയിരിക്കാം മുതലാളി. ഗുണ്ടാപിരിവോ? അഥവാ ഗുണ്ടശെൽവം. സെൽവത്തിന് അങ്ങനെ ഒരു പിരിവില്ലല്ലോ. എന്താ ഒരു പുതിയ പേര്? ഇല്ല, പിന്നെന്താ അങ്ങനെ? മുതലാളിക്ക് വേണ്ടി പിരിവിന് പോയില്ലേ, അതിന് ഞാനിട്ട പേരാ മുതലാളി. വിശ്വസ്തനായ ഗുണ്ട. നിനക്ക് ഞാൻ എന്ത് സമ്മാനോടാ തരേണ്ടത്? മുതലാളിക്ക് ഇഷ്ടമുള്ള തന്നാ മതി. ചേട്ടമ്പിലേക്ക് ഇഷ്ടമുള്ളത് തന്നാൽ ഞാൻ എന്താ വെച്ച് വാങ്ങിച്ചോളാം. കള്ളപ്പന്നി. എനിക്ക് എത്ര സ്വർണ്ണക്കടയാടാ? 3-4 എണ്ണം. 4 എനിക്ക് വയ്യ. സെൽവം കല്യാണം തൊട്ട് നൂലുകെട്ടിന് വരെ കടം കൊടുക്കുന്നു. നല്ലവനായ ശെൽവം, ഇത്രയും തങ്കപ്പെട്ട മനുഷ്യനെയാണോടെ ഞാൻ കുറച്ചു നേരത്തെ ഗുണ്ടാന്ന് വിളിച്ചേ? അതെല്ലാം തിരിച്ചെടുക്കണ്ടേടാ. 10 പവൻ കൊടുത്ത മുതലാളി 20 കാശ് വാങ്ങിക്കും. ശരി. എത്ര കിട്ടിയടാ? 4 ലക്ഷത്തിൽ ചില്ലുവാനും. മുടി വളർത്തി തലയിൽ ബന്ധാനിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല നീ വിചാരിച്ചോടാ കള്ള. കല്യാണത്തിന് സ്വർണം കൊണ്ടുപോയ കാമാശി പോലും തിരിച്ചടച്ചിട്ടില്ല. ഞങ്ങൾ അവിടെ പോയി മുതലാളി. കഷ്ടമാ. നന്മ നിറഞ്ഞ വില്ലൻ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. എന്റെ പളനി മുരുക. സത്യം പറഞ്ഞത് കാമാക്ഷി ആയോണ്ടാണ് എനിക്ക് സെന്റിമെന്റ്സ് തോന്നി. ആണോ?
ഇവനെ ജയിലിലാക്കി ഇത്രയായിട്ട് ഞണ്ടിനെ. ഉഫ്, സത്യസന്ധനായ പോലീസുകാരൻ. ആരാ? അണ്ണാ ഞാനാ ഞണ്ട്. ഞണ്ടല്ല കൊഞ്ച്. അഞ്ജലി ദേശായി സാക്ഷി പറയരുത്. പറയില്ല. ഇതിനുടനെ പരിഹാരം കാണണം. കാണാം. സെൽവവും ഗുണ്ടകളും കൂടി ദേശായി വീട്ടിലേക്ക് ചെല്ലും. നിന്റെയൊക്കെ അവലക്ഷം കെട്ട മോന്ത കണ്ട വന്ന കാര്യം നടക്കാതെ വരും. ആണോടാ മണി? മണിമേലേക്ക് എന്ത് പറഞ്ഞാലും മണി. ഇതെന്താ അടിമാലി ഫാമിലിയാ? വരാൻ പറയൂ. വന്നോളൂ. ചെന്താല ദേവേട്ടൻ ഒരു പാവം വായോ വന്നിരിക്കുന്നൊക്കെ. ദേവേട്ടൻ വരാൻ പറയണ്ടായിരുന്നു ഇയാളായിരുന്നെങ്കിൽ. വേണ്ട മധുമതി ദേവരാജൻ ദേശായി. ഇയാള് സ്കൂളിലെ പഠിപ്പിയായിരുന്ന ഫുൾ നെയിം ഒക്കെ വിളിക്കണേ. ഞാൻ വന്ന കാര്യം അങ്ങോട്ട് പറയാം. പറ അങ്ങോട്ട്. ചെൽവം, വിഷയത്തിലേക്ക് വരൂ. ഓക്കെ, മാത്സ് ആണോ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ ബയോളജി ആണോ ഏത് വിഷയം? അതിലൊരു പയ്യനാ ഈ ഞണ്ട് രാജു. അവനൊരു പാവം പയ്യനാ. അതെ, പാവം ചെറുക്കനാ. ഒരാളെ വെട്ടിക്കൊന്നുള്ളൂ. എന്തിനനുസരിച്ചുള്ളവനാ? കുറ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടണം. മണിമേലേക്ക് കള്ളപ്പന്നി. ആരെന്ത് പറഞ്ഞാലും എനിക്കറിയാം. ഇറങ്ങടാ, ഗെറ്റ് ഔട്ട്. മണിമേലേക്ക് ഇയാളെ കൊന്നാലാ? ഇപ്പൊ ഞാൻ നിന്നെ തല്ലിയത് ദേവരാജൻ മുതലാളിയെ സിംബോളിക്കായിട്ട് തല്ലിയതാ. മുതലാളിയായി പോയി. എവന്റെയൊക്കെ ഫ്യൂസേ ഈ സെൽവ ഊരും. എടുക്കണ വണ്ടി. എടാ മണ്ട, ഇവിടെ ഫ്യൂസ് ഇല്ലടാ. ഇവിടെ PCLBL ആ സാധനം മനസ്സിലായില്ലേ? PLCB. അല്ല, ആനപ്പുറത്തിരിക്കുന്നവർക്ക് ചില ധാരണകളൊക്കെ ഉണ്ട്. താനെയുള്ളവർക്ക് വെറും പൊട്ടന്മാരാണ്. ശരിയാണോടാ ശിവ? അതെ മുതലാളി. ശിവ പുല്ല്. ആ മണി ലീവ് ആയതുകൊണ്ട് അടിമൊത്തം എനിക്കാ. അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങി. വർഷാജാം ഗംഭീര അഭിപ്രായം. ഓ, എന്നാ 2 കുപ്പി വാങ്ങി നമുക്ക് കഴിക്കാം. എന്തിനാടാ ഞാനിപ്പം ജാം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞേ? മുതലാളിക്ക് കഴിക്കാൻ. ശിവ പുല്ല് പിന്നെ അടിയാ. ഇടയ്ക്കാട് സ്കൂൾ നിലനിന്ന് പോകുന്നത് മുതലാളിയുടെ കാരുണ്യം കൊണ്ടാ. സെൽവത്തിന്റെ പ്ലാൻ അനുസരിച്ച് ഏതോ UP സ്കൂളിലെ പിള്ളേർക്ക് പ്രഭാത ഭക്ഷണത്തിന് ജാം സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിന്റെ ഭാരവാഹികളെ സെൽവം ദേശായി വീട്ടിലേക്ക് പറഞ്ഞു വിടും. ഞങ്ങൾ വന്ന കാര്യം പെട്ടെന്ന് പറയാം. പറ. ഞങ്ങൾ നാട്ടുകാരെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ദരിദ്രരായ കുട്ടികളാ അവിടെ പഠിക്കുന്നത്. ഈ മോശന്റെ അമൃത വീഴും ഉറപ്പാ. ഒരു ബേക്കറിക്കാരൻ ഒരാഴ്ചത്തേക്കുള്ള ബ്രെഡ് ഏറ്റിട്ടുണ്ട്. ഓക്കെ, ജാം തരാം. ഉള്ള കുട്ടികൾക്ക് എത്ര കാലം വേണമെങ്കിലും എന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രഭാത ഭക്ഷണം നൽകും. അമൃതയുടെ പേര് ചാരിറ്റബിൾ ട്രസ്റ്റാ. കൊള്ള. അർജുൻ സാറും അമൃത മേഡവും വന്ന് ഉദ്ഘാടനം ചെയ്തിരുന്നു. അവക്കിപ്പോ അമ്മ അമൃത വേഗം അമ്മയെ തടയരുത്. ഞാൻ കൊള്ളാം. എനിക്ക് ഉദ്ഘാടനം ചെയ്യണം. ഞാൻ പോകാം. കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കാണാലോ. എന്നാലും ഈ ജാമ് കൊടുക്കണതിന്റെ ഉദ്ഘാടനം എങ്ങനെയായിരിക്കും? ബ്രെഡിൽ ജാമ് തേച്ച് ഉദ്ഘാടനം ചെയ്യോ? എന്തായാലും നമ്മുടെ ജാം ഉൽപാദനം. അപ്പൊ സെൽവത്തിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ജാം ഉണ്ടാക്കി അതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അമൃത കൊടുക്കുന്ന ജാമിന് പകരം ഈ ജാമ് വെക്കും. ഏത്? നമ്മുടെ പരിചയക്കാരുടെ കടകളിൽ കൊടുക്കണം. അവസാനിക്കണം എല്ലാം. സെൽവ ഒരു കില്ലാടി തന്നെ. അതെ, ഈ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ജാം ഇങ്ങനെയാണോ ഇറക്കുന്നത്? ഒരു ചായ കുടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആവാം. കയ്യൊക്കെ തേച്ച് വെക്കണേല്. എടേ, നിങ്ങൾക്ക് ചായ കുടിക്കണ ഞാൻ ജാം ഒന്ന് അടച്ചു വെച്ചിട്ട് പോടാ, തുറന്നു വെച്ചിട്ടാണോ പോണേ? വർഷനോട് മായാവതി പറയും ഞാൻ ജാമിന് വിഷം ചേർത്ത് ഈ ബിസിനസ് പൂട്ടിക്കുന്നു പറഞ്ഞ് മായാവതി എന്തോ സാധനം കൊണ്ടതിൽ അങ്ങോട്ട് കലക്കും. അടിപൊളിയാ. അമൃതയ്ക്ക് ജയിലിൽ കയറാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞോ? ഇനി അമൃതയുടെ കുറച്ച് വെറുപ്പിക്കൽ കാണാം. ഓ, ഞാൻ ആരെ കുറിച്ചാ സംസാരിക്കുന്നല്ലേ? കൊച്ച് ഞാനിപ്പോ പറഞ്ഞ് ഈ തള്ളത്തി വെറുതെ പറയുന്നാട്ടാ. എന്നെ ഇഷ്ടമേ അല്ലായിരുന്നു. എഴുത്. ഇത് വേറെന്തോ പ്രശ്ന. ബക്കറ്റ് കണക്കിന് കണ്ണീര് ഞാൻ ഒഴുക്കിയത്. ബക്കറ്റ് കണക്കിനല്ല, ടാങ്ക് കണക്കിനായിരുന്നു. ടാങ്ക് ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് അർജുൻ ഇവിടെ എനിക്ക് പ്രേമലേഖനം എഴുതാൻ തോന്നുന്നു. ഇന്ന് ഞാൻ പോയി വാങ്ങിക്കും. എന്നെ കളിയാക്കരുത്. ഇല്ല, കളിയാക്കില്ല. ഞാൻ ഇട്ടുണ്ട് രമാശെ. പിന്നെയും ഈ അർജുന്റെ അമൃതയുടെ റൊമാൻസ് എനിക്കിതൊന്നും കാണാൻ വയ്യേ. അസൂയ കൊണ്ടൊന്നല്ല, എന്നാലും എനിക്ക് അർജുന്റെ അമൃതയുടെ റൊമാൻസ് കാണാൻ വയ്യോ. പ്രഭാത ഭക്ഷണം അവര് സ്പോൺസർ ചെയ്യും. അടുത്ത ദിവസം സ്കൂളിലെ ബ്രെഡും ജാമും സ്പോൺസർഷിപ്പിന്റെ ഉദ്ഘാടനം. സ്കൂൾ പിള്ളേർക്കൊന്നും യൂണിഫോം ഇല്ലടേ. എന്താ ടീച്ചർമാരെ, ശമ്പളമൊക്കെ മുറക്കി കിട്ടുന്നുണ്ടല്ലോ. ഇയാളിപ്പോ എന്തിനാ ഇവിടെ വന്നേ? ഉദ്ഘാടനത്തിന് നമ്മുടെ അമൃത വന്നു. ഞാനതിന് മാപ്പി ചോദിക്കുന്നു. പിന്നെന്താ? അർജുൻ സാർ മൈക്കൊന്നുമില്ല. എടാ പൊട്ട അർജുനെ, അവിടെ ആ ഫ്ലെക്സിൽ എഴുതി വെച്ചാണ് വായിച്ചു നോക്കിയടാ. സ്വാഗതം അമൃത അർജുൻ ദേശായി. നിന്നെ വിളിച്ചിട്ടില്ല. സാറ് 2 വാക്ക് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തട്ടെ. അർജുൻ പിന്നെന്താ ഞാൻ പറയാം. മാഡമാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അർജുൻ എനിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നില്ലട്ടോ. വിളിച്ചിട്ട് അവന്റെ മനസ്സ് നിറഞ്ഞ സ്നേഹം എന്നും എന്റെ കരുത്ത്. പിള്ളേര് വിലേക്ക് ഇതൊക്കെ നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാ ഞങ്ങളുടെ ബ്രെഡ് ജാമം തന്നെ ഞങ്ങൾ വീട്ടിൽ പോട്ടെ. അങ്ങനെ ബ്രെഡും ജാമും ഇങ്ങനെ കൊടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. നിങ്ങൾക്ക് ആഹാരം വിളമ്പി അമൃത ചേച്ചി അറിയാം. അതെ, നല്ല അടിപൊളി ചേച്ചി. ഈ ആവേശം തന്നെ വെള്ളം അടിച്ചോടാ. പിള്ളേർക്ക് കായുടെ മധ്യ കൊടുത്ത് വാള് വെക്കണം. 1 വാള് 2 വാള് 3 വാള് 4 വാള് വാളോട്
വെച്ചപ്പോ ആള് വീണപ്പോ പരിച. അവൻ മരണാഭിനയം. അങ്ങനെ സെൽവത്തിന്റെ ഒറ്റ കോളേജിൽ എല്ലാവരെയും കയറ്റി ആശുപത്രി കൊണ്ട്. സാർ ജാം കഴിച്ചത് വഴിയാ കുട്ടികൾ ഛർദ്ദിച്ചിരിക്കുന്നത്. പോലീസ് വന്ന് കുട്ടികളെ ജാം മാത്രമേ കഴിച്ചോളൂ? അല്ല, വടയും ബ്രെഡൊക്കെ കഴിച്ചു. ആണോ? സത്യമായിട്ട് തനിക്ക് എങ്ങനെ മനസ്സിലായി? പിന്നെ തനിക്ക് എങ്ങനെ മനസ്സിലായി ജാം കൊണ്ടാണെന്ന്? അത് നമ്മളൊരു ആവേശത്തിന് ഒരു കൊഴുപ്പിട്ടാൻ പറയില്ല സാറേ. അങ്ങനെ പറഞ്ഞാട്ടോ എനിക്കറിയില്ല. ഞങ്ങളാണ് ഈ ജാമിന് സാധനം മിക്സ് ചെയ്തത്. ഞങ്ങളാരോട് പറഞ്ഞിട്ടില്ല. എന്റെ ഒരു സംശയം, സെൽവം ബിയിലേക്ക് ഇവർ ഓവർ ആത്മാർത്ഥത കാണിച്ചത് കൊളവാക്കോളേ. ഇവിടെ ചിരിച്ചോണ്ടിരുന്നോ? അവിടെ പണിയിട്ടിരിക്കാം. ദേശായി ഗ്രൂപ്പ് ഇപ്പം വാർത്താ ചാനൽ നിറഞ്ഞു നിൽക്കുക. ഫോൺ എടുത്ത് ദേവേട്ടൻ പറയൂ, ഞങ്ങളെ പറ്റി ന്യൂസോ? ഇനി എനിക്ക് അവാർഡ് വല്ലതും? നമ്മളെ കുറിച്ച് എന്തൊക്കെയോ വാർത്ത ടിവിയിൽ വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ ചാനൽ ഒന്ന് വെച്ചാടാ. നമ്മളെ പറ്റി ന്യൂസിൽ എന്താണ് സെൽവം പറയുന്നത്? അമൃത ഹായ്, അമ്മ ഞാൻ ടിവിയില്. എടി പൊന്നു മോളെ, നീ വിഷം കൊടുത്ത് പിള്ളേരെ കൊല്ലാൻ നോക്കിയതാണ് ഈ ന്യൂസ്. ആണോ? എന്നാലും ഇതൊക്കെ ആരുടെ ഷൂട്ട് ചെയ്ത്? അമൃത ബിലേക്ക് എന്റെ ഐഡിയ ആയിപ്പോയി. ജാമ കൊടുക്കാന്നുള്ളത് അനുഭവിക്കാം. നമ്മളാരും ഒന്നും ചെയ്തതല്ലോ. ഉമ്രുവിന്റെ കഴുത്തിൽ മാല നോക്ക്, രൂപിക്കാം മാല. ഉമ്രുവിന്റെ നെഞ്ചിലേക്ക് ചാരി കിടക്കുന്ന അമൃത. എന്റെ പൊന്നു തള്ളേ, രൂപിക്ക മാല കുത്തി കയറിയിട്ട് ഞാൻ കരയുന്നല്ലാണ്ട് പിള്ളേര് അതൊന്നല്ല. ഇതൊന്നും മാറ്റി കുത്തി കയറുന്നു. ഫുഡ് പോയിസൺ ആണെന്നും അത് ജാമിൽ നിന്നുമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നന്നായി, ഫുഡ് പോയിസൺ തന്നെ. ഇതിന്റെ ഒരു കോപ്പി എടുത്തിട്ട് തരാം. ഇത് കമ്പ്യൂട്ടർ കോപ്പിയാണ്. ചേടാ, ഇയാള് നന്നായാ. ഞാനൊരു കോപ്പി എടുത്തിട്ട് തരാന്നൊക്കെ എന്തുവാ ഇത്? നോട്ട്സ് വാങ്ങണം. ആ സെൽവത്തെ പിടിച്ച് രണ്ടെണ്ണം കൊടുത്താലോ? വീട്ടിൽ പറയാം. അഭിഷേക് പുല്ല് എന്റെ ഐഡിയക്ക് അല്ലെങ്കിൽ ഒരു വിലയില്ലല്ലോ. പോലീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താലേ? അപ്പൊ ഉമർ പറയും നമുക്ക് പോലീസിനെ കോണ്ടാക്ട് ചെയ്താലോ? കോണ്ടാക്ട് ചെയ്യേണ്ട പോലീസ് വന്ന്. അകത്തേക്ക് വരാമോ? വരൂ. ഉമർ അയ്യോ, എന്നെ അറസ്റ്റ് ചെയ്യാനാവും. ഞാൻ പോകൂല. ജാമിൽ മാരകമായ വിഷാംശം കലർന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പണിപാളി. ആക്ഷൻ എടുക്കാതിരിക്കാൻ കഴിയില്ല. എന്താ ആക്ഷൻ? ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. എന്താണ് റിയാക്ഷൻ? ക്ഷമിക്കണം സാർ, അമൃത മേഡത്തെ അറസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, നല്ല കാര്യം. വേഗം അറസ്റ്റ് ചെയ്ത് കൊണ്ടോ. ഈ സീരിയൽ അവസാനിക്കട്ടെ. What nonsense you are talking? What nonsense are you talking? അമൃത ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനോ? ധൈര്യമുണ്ടോ എനിക്ക്? ദേവേട്ടൻ, അർജുന അതങ്ങ് പോലീസാണ്. ആര് പരാതിപ്പെട്ടാലും അവളെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നീ ആര് കോടതിയാ? ജഡ്ജിയാ? വിലങ്ങ് വെക്കൽ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കാം. വിലങ്ങ് കിട്ടിയില്ല, അതുകൊണ്ട് വിലങ്ങ് വെക്കേണ്ടി കൊണ്ടുപോകാന്നൊക്കെ. അയ്യോ, ശരി, നിയമം അതിന്റെ വഴിക്ക് പോട്ടെ. അമൃത ആരെന്നെ വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാലും ഉമ്മർ എന്നെ വിട്ട് കൊടുക്കൂല. അറസ്റ്റ് ചെയ്തോളൂ. കള്ളത്തള്ളേ, അറസ്റ്റ് ചെയ്തോളാനാ? എന്താ ഇന്നാ കൂടാ? തെറ്റ് ചെയ്യാത്ത നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അമൃത നല്ലതേ വരും. തള്ളേ, ഞങ്ങൾ കൂടെയുണ്ട്. ജീപ്പി കയറി പോണ അമൃത. കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് കൂടെ വരുന്നില്ലല്ലോ ആരും. അഞ്ജലി അല്ല, അമ്മേ. ജാമിനകത്തെ വിഷം ചേർത്തിട്ടുണ്ട്. ഈ ഗ്യാപ്പിൽ വർഷ വിളിച്ച് മായാവതിനോട് പറയും, അമ്മേ അമൃതേനെ അറസ്റ്റ് ചെയ്തുട്ടോ, അമ്മേനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ആള് വരും. കാരണം അമ്മേനെ വിഷം ചേർത്തേ. ഞാൻ വിഷമൊന്നും കലർത്തിയിട്ടില്ല, കുറച്ച് സോഡാപ്പൊടിയെ ചേർത്ത്. മായാവതി പോണി പേടിപ്പിക്കാണ്ട് ഞാൻ ഇത്തിരി സോഡാപ്പൊടി ഇട്ടുള്ളൂ. ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് എവിടാ? കള്ളപ്പന്നി, താൻ ജോലിക്ക് പോയ പിള്ളേർക്ക് ജോലി എടുത്ത പൈസ കൊണ്ട് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരുമായിരുന്നോ? എന്നിട്ട് ഞങ്ങളുടെ അമൃത കൊച്ചിനെ താൻ കുറ്റം പറയണ? അമൃത വന്നതാറേ, ഞാനല്ല ജാമുണ്ടാക്കിയത്. അഞ്ജലിയാ അവൾ അറസ്റ്റ് ചെയ്യും. മേഡം ഇരിക്കണം. അമൃത വളരെ ഉപകാരം. പ്രതിയെ ലോക്കപ്പിലിടാത്തതിൽ എന്റെ പേരിൽ നടപടി ഉണ്ടാവും. അമൃതയെ ലോക്കപ്പിലിട്ടോളൂ. ജയിലിട്ടോളൂ സാറേ. അമൃത കള്ളത്തള്ള, നിങ്ങക്ക് അവിടെ ഇരുന്നാ പോരെ? എഴുന്നള്ളിയേ. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ പാപം അമൃത ഗർഭിണി അഴിക്കുള്ളിലായി. ഇതാരീ ചേച്ചി? എന്താ ചേച്ചി ഇങ്ങനെ നോക്കണേ? മോഷണോ അതോ വ്യഭിചാരോ? ചേച്ചി ടെറഞ്ഞട്ടാ. പൊന്നു ചേച്ചി അമ്പലപ്പറമ്പല്ല, പോലീസ് സ്റ്റേഷന്റെ ജയിലാ. അവിടെ ഈ മാല മോഷ്ടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനത്? ഇതാരാണെന്നറിയോ? എന്റെ ജീവൻ. അർജുൻ മാസ് എംഎൽഎ ആക്കാന്നുള്ളൂ. ഇവിടെ തൊട്ടാ വെട്ടി തുറക്കി പുഴ തള്ളു ഞാൻ. ചേച്ചി വില ഞാനല്ല നേരത്തെ തൊട്ടത്. നീ എന്നെ കൊന്നില്ലല്ലോടാ. അർജുന, നീ ഇതൊക്കെ സീരിയസ് ആയിട്ടാണ് പറയണേ? സത്യമായിട്ട് സീരിയസ് ആണോ? ചിരിപ്പിക്കാണ്ട് പോ. ലാസ്റ്റ് അർജുൻ, അമൃത നീ പോലീസിനെ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായി വരാം. അമൃത രക്ഷപ്പെടുമോ? നിരപരാധിയായ അമൃത രക്ഷപ്പെടുമോ? അതോ അമൃത ജയിലിലേക്ക് പോകുമോ? സെൽവത്തിന്റെ ഈ കള്ളത്തരം പോലീസ് പിടിക്കുമോ? കാത്തിരുന്ന് കാണുക ചന്ദനമഴ എപ്പിസോഡ് 17 അടുത്ത ഞായറാഴ്ച
തീരാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ആയോ എന്ന് എനിക്കറിയില്ല. എന്റെ തൊണ്ടയുടെ സൗണ്ട് പറ്റിയത് കൊണ്ട് തന്നെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെന്ന് കമന്റ് വഴി എഴുതി അറിയിക്കുമല്ലോ. അപ്പോൾ ഞാൻ പോകുന്നു.